ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ജോഷി ജോസഫ് ചലച്ചിത്രങ്ങളിലൂടെയും ഡോക്യുമെന്ററികളിലൂടെയും രാജ്യാന്തര ശ്രദ്ധ നേടിയ മലയാളി സംവിധായകൻ. സാരംഗ്, സിംഫണി ഇൻ കാക്കോഫണി, സെന്റൻസ് ഓഫ് സൈലൻസ്, ആൻഡ് ദ ബാംബു ബ്ലൂംസ്, വെയറിംഗ് ദ ഫേസ്, മേക്കിംഗ് ദ ഫേസ്, എ പോയറ്റ്, എ സിറ്റി ആൻഡ് എ ഫുട്ബോളർ എന്നീ 6 സിനിമകൾക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. ജസ്റ്റ് എ ട്വിസ്റ്റർ എന്ന ലേഖനത്തിലൂടെ മികച്ച ചലച്ചിത്ര നിരൂപണത്തിനുള്ള ദേശീയ പുരസ്കാരവും കരസ്ഥമാക്കി. ജോഷി ജോസഫുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് ആർട്ട് കഫേയിൽ. ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഡോക്യുമെന്ററി സംവിധായകനും എഴുത്തുകാരനുമായ ജോഷി ജോസഫാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. നമസ്കാരം. നമ്മൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഡോക്യുമെന്ററിയെക്കുറിച്ച് പറയുമ്പോൾ പാഷനാണ് അത് എന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷേ ബൈ പാഷൻ ബൈ പ്രൊഫഷൻ ഈ 2 രീതിയിലും സിനിമയെ കണ്ട വ്യക്തിയാണ് താങ്കൾ. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഫിലിംസ് ഡിവിഷന്റെ ഡയറക്ടറായി താങ്കൾ റിട്ടയർ ചെയ്തു. അപ്പോൾ അത്രയും വർഷം താങ്കൾ ചെയ്തത് സിനിമ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രീ ഡിഗ്രി പാസ്സാകുമ്പോൾ അത് മതിയായിരുന്നു. അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റിൽ പാസ്സായി, ഇൻ്റർവ്യൂവിൽ പാസ്സായില്ല. അപ്പോൾ അത് കഴിഞ്ഞുള്ള സമയത്താണ് ഫിലിം ഡിവിഷനിൽ ഇങ്ങനെ കമൻറ്റേറ്ററായി ജോലി ചെയ്ത് വീണ്ടും ഫിലിം ഡിവിഷനിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിനിമകൾ അതിൻ്റെ നറേഷൻ മലയാളത്തിലേക്ക് ആക്കണം. അപ്പോൾ ഈ കാണുന്ന സിനിമകൾ മൊത്തം അത് വിഷ്വലി സ്പീക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ തമാശയ്ക്ക് വേണം കുട്ടിക്കോ ഒരു പട്ടി കുരയ്ക്കുന്ന ഒരു ഷോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടിൽ കമൻറ്റേറ്ററും കൂടി കുരയ്ക്കേണ്ട കാര്യമില്ല. പട്ടി കുരയ്ക്കുന്നു നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. അപ്പോൾ കൂടുതൽ എഴുതുന്നതിനേക്കാൾ കട്ട് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് കമൻട്രി. പക്ഷെ അവർ സമ്മതിക്കില്ല. കാരണം അത് ആ ഒറിജിനൽ കമൻട്രി അങ്ങനെ തന്നെ വേണം. അപ്പോൾ അതൊരു പീഡാകരമായ അനുഭവമായി. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഫിലിം മേക്കിങ്ങിനുള്ള ഒരു പാഷൻ വീണ്ടും തിരിച്ചു വരികയും ഞാൻ സ്വയം പൈസ റേസ് ചെയ്ത് സിനിമ ചെയ്യുകയൊക്കെ ചെയ്ത് പിന്നീട് ഫിലിം ഡിവിഷൻ എന്നെ അവർ സിനിമ ചെയ്യാൻ അനുവദിക്കാനുണ്ടായത്. അങ്ങനെയാണ് ഫിലിം ഡിവിഷന് വേണ്ടി ഈ പറഞ്ഞ പാഷനും പ്രൊഫഷനും ഒരുമിച്ച് വന്നത്. താങ്കളുടെ ഒട്ടേറെ ഡോക്യുമെന്ററികൾ ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 6 ദേശീയ പുരസ്കാരങ്ങൾ ഫിലിം മേക്കിങ്ങിനും 1 എഴുത്തിനുമാണ്. താങ്കളുടെ മിക്ക ഡോക്യുമെന്ററികളും നോക്കിയാൽ അത് പ്രസിദ്ധരായ ചലച്ചിത്രകാരന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ എഴുത്തുകാരെ കുറിച്ചോ ഉള്ള ഒരു ലൈഫാണ് പറയുന്നത്. ആ ഒരു അപ്രോച്ച് എങ്ങനെയാണ് താങ്കൾ സ്വീകരിക്കുന്നത്? അത് ഫിലിം ഡിവിഷന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അല്ലാതെയും ഒരു ആരാച്ചാരുടെ ജീവിതം എന്ന് പറയുന്ന ഒരു കൽക്കട്ടയിലുള്ള ഒരു ആരാച്ചാർ, നമ്മൾ ആരാച്ചാരെ കാണുക പോലും ഇല്ലായിരുന്ന കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു ആരാച്ചാർ 2004. അപ്പോൾ അത് ഫിലിം ഡിവിഷന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു. അവർ സമ്മതിക്കുന്നു. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് അത് ശരിയാവില്ല. അപ്പോൾ അതിന് ഞാൻ പെർമിഷൻ മേടിച്ച് ഞാനത് ചെയ്യുന്നു. അപ്പോൾ ഈ ആരാച്ചാർ എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫിഗറുമല്ല, അയാളൊരു ഔട്ട്കാസ്റ്റാണ് സമൂഹത്തിൻ്റെ. അപ്പോൾ അത് അങ്ങനെ ഒരു സിനിമയാണ്. നമ്മൾ ആദ്യമായി ഫിലിം ഡിവിഷനിൽ നിന്ന് മാറി ഫിലിം ഡിവിഷന് വേണ്ടി ചെയ്യാൻ നോക്കിയിട്ട് നടക്കാതെ പോയ, എന്നാൽ ഞാൻ തന്നെ ഫണ്ട് റേസ് ചെയ്ത സിനിമ അത്. അപ്പോൾ ഞാൻ കൂടുതൽ അറിയപ്പെടാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ മുനകളുള്ള സിനിമകൾ ഫിലിം ഡിവിഷന് വേണ്ടി ചെയ്യാൻ പറ്റാത്തപ്പോൾ പുറത്ത് ചെയ്യുകയാണ്. സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം അതായത് ഫിലിം ഡിവിഷനകത്ത് സാധിക്കുമായിരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തത് ഒപ്പം പുറത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ട് കൂടിയാണ് എൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു എഡ്ജ്, ആ ഒരു ഷാർപ്പ്നെസ് പോകാതെ നിന്നതെന്നാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു ജോലിയിൽ, പ്രത്യേകിച്ച് ഒരു സർക്കാർ ജോലിയിൽ ഈ പറഞ്ഞ പാഷനും പ്രൊഫഷനും ഒക്കെ ഒന്നാകുന്നു എന്നൊരു ഐഡിയൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും കുറേ കഴിയുമ്പോഴത്തേക്കും എവിടെയോ നമ്മളുടെ പുലിയും മാനും തമ്മിലുള്ള ഓട്ടത്തിൽ മാൻ കൂടുതൽ ഓടുന്നു എന്ന പോലെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഒരു ഫിലിം മേക്കർക്ക് ഉള്ള ഒരു ഡെസ്പറേഷൻ നമുക്കില്ലാതെ പോകും. കാരണം നമുക്ക് മാസാവസാനം ആകുമ്പോഴത്തേക്കും ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിലിം ഡിവിഷനകത്ത് നമ്മൾ ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഈ ഡോക്യുമെൻ്ററിയെയും ഫിക്ഷനെയും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഞാൻ തന്നെ എൻ്റെ സർവൈവലിന് വേണ്ടി ചെയ്ത ഒരു ലാംഗ്വേജ്. അപ്പോൾ അതിൽ ഒരു സ്ഥലജലഭ്രമം ഉണ്ടാക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയൽ ആണോ, ഇമാജിൻഡ് ആണോ? 1, 2 ഞാൻ കൂടുതൽ ചെയ്തത് നോർത്ത് ഈസ്റ്റിലാണ്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് നമുക്ക് ആർക്കും ഞാൻ പറയുന്നതല്ലാതെ നിങ്ങൾക്ക് യാതൊരു റെഫറൻസും ഇല്ല. ഇപ്പോൾ ഞാൻ ഫിലിം ചെയ്ത് തിരിച്ചു വരുന്നു, ഇത് ശരിയായില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ശരി അറിഞ്ഞുകൊണ്ടിരിക്കണ്ടേ? യു ഡോണ്ട് ഹാവ് എനി റെഫറൻസ്. ആ പ്രദേശത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞേ കൂടാ. നമ്മൾ മലയാളത്തിൽ അതിന് ഉത്തരപൂർവ്വം, നോർത്ത് ഈസ്റ്റ് എന്നുള്ളതിന്
അല്ലെങ്കിൽ പൂർവോത്തരം എന്ന്. അപ്പോൾ അത് ഉത്തരത്തിലെത്തുന്നതിന് മുമ്പ് എന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞുകൂടാം. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് പ്ലസ് ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു ജലസ്ഥലഭ്രമം എന്ന് പോലെ ഫിക്ഷനും നോൺ ഫിക്ഷനും അത്ര പൂവനും അത്ര പെടയുമല്ലാത്ത ഒരു രീതി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആണ് ഒരു കലാകാരൻ എന്ന രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മളൊരു സർക്കാർ മാധ്യമത്തിൻ്റെതായ എല്ലാ പരിമിതികളും അന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആരാച്ചാരുടെ ജീവിതത്തെക്കുറിച്ച് ചെയ്തു എന്ന് പറഞ്ഞു, അത് ഒരു പ്രമേയപരമായിട്ട് തന്നെ വളരെ വ്യത്യസ്തത തോന്നുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു? അത് കൃത്യം ഒരു ദിവസം, അതായത് ഈ കൽക്കട്ടയിലുള്ള ആരാച്ചാർ അയാളിങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഈ ആരാച്ചാർ എന്ന് പറയുന്നത് വ്യവസ്ഥയുടെ ഒരു ഹിഡൻ ഫേസാണ്, നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. പക്ഷെ ഇദ്ദേഹമാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ട് എന്തുകൊണ്ട് ഇവനെ തൂക്കണം എന്ന് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആനന്ദ ബസാർ പത്രികയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങളോളം. അപ്പോൾ ഇവർക്കെല്ലാം അവർക്ക് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ന്യൂസ്. അപ്പോൾ ഇയാൾ പഴയ നമ്മുടെ ഇവിടുത്തെ വേണമെങ്കിൽ ചവിട്ടുനാടകം എന്ന് പറയുന്ന പോലുള്ള ജാത്ര എന്ന് പറയുന്ന തിയേറ്ററിലെ ആക്ടറായിരുന്നു ഈ ആരാച്ചാർ. അപ്പോൾ അവർ ഈ ബൈറ്റ് ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ബൈറ്റ് നാടകീയതയോടുകൂടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്ത എന്ന പേരിൽ എന്റർടൈൻമെന്റുമാണ്, ഫിക്ഷനാണ് അതല്ല എന്ന്. അപ്പോൾ അതിനകത്താണ് ഈ ഫിക്ഷനെ എങ്ങനെ പൊളിക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ദിവസം ഇയാൾ തൂക്കാൻ പോകുന്ന അന്ന് രാത്രി ഇയാളോടൊപ്പം നമ്മൾ അന്ന് കാലത്ത് മുതൽ ഇയാൾ പോയി തൂക്കിയിട്ട് തിരിച്ചു വന്ന് പാപം മൊത്തം ഗംഗയിൽ കഴുകി കളഞ്ഞിട്ടാണ് ഇയാൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ 24 മണിക്കൂർ ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ഈ 10x7 ആ ചെറിയ മുറിയിൽ വരുന്ന മാധ്യമങ്ങളും ഇദ്ദേഹം അവരുമായിട്ടുള്ള സംഭാഷണം എല്ലാം നമ്മൾ ഒരു വളരെ സൈലൻ്റായി നിന്ന് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് മെറ്റീരിയൽ വന്ന് വീഴും. അപ്പം അങ്ങനെയാണ് നമ്മൾ 24 എന്ന് പറയുന്ന ഒരു പരിമിതി ഷൂട്ടിങ്ങിന് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറേ ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റിങ്ങിൽ ഒരു വെർഷൻ അനുഭവിക്കാം. ഇതങ്ങനെയല്ല, 9:30 9:30 സിനിമ തുടങ്ങുന്നു ഒരു ദിവസം, എന്നിട്ട് രാത്രി മൊത്തം പോയി പിറ്റേ ദിവസം 9:30 അവസാനിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചെങ്കിലും അന്ന് വീണ്ടും ഈ തൂക്ക് മാറ്റിവെച്ചു. രാഷ്ട്രപതി ദയാഹർജി സ്വീകരിച്ചു. അപ്പോൾ ഇയാൾക്ക് ഓൾറെഡി 83 വയസ്സുണ്ട് ഈ ആരാച്ചാർക്ക്. അയാൾ ഓൾറെഡി 14 കൊല്ലം കാത്തിരുന്നതിന് ശേഷമാണ് ഒരു തൂക്ക് വരുന്നത്. ഇനിയൊരു തൂക്കായി കിട്ടൂല. അപ്പോൾ മാധ്യമങ്ങൾക്ക് ക്ലൈമാക്സ് ഇല്ലാതെ പോകുന്നു, ആരാച്ചാർക്ക് അതിൻ്റെ ഒരു എക്സ്റ്റസി ഇല്ലാതെ പോകുന്നു. അപ്പോൾ എനിക്ക് ഈ തൂക്ക് മാറ്റി വെച്ചോടുകൂടി ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ആരാച്ചാർ അയാളിങ്ങനെ കുഴഞ്ഞു കാറ്റുപോയ ബലൂൺ പോലെ വീഴാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് കിട്ടി. ഇതൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല, അത് പ്ലാൻ ചെയ്യാതെ കിട്ടുകയാണ്. അതിന് മുൻപ് ഒരു കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുമതി ആവശ്യമാണല്ലോ. അതിന് ഞാനൊരു തമാശയായിട്ട് പറയുന്നത്, ഈ നമുക്ക് ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ വിലയില്ലല്ലോ, പക്ഷേ ഈ ആരാച്ചാർ അവിടെ ഒരു വില വിവര പട്ടിക വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ പത്രങ്ങൾക്ക് 1000 രൂപ, ഫോട്ടോയും ഇൻ്റർവ്യൂവും 2000 രൂപ, ഡോക്യുമെൻ്ററി 10000 രൂപ. അപ്പോൾ ഡോക്യുമെൻ്ററിയുടെ വില ഇന്ത്യയിൽ അന്ന് അറിയാവുന്ന 2004 അറിയാവുന്ന ഒരേ ഒരാൾ ആരാച്ചാരാണ്. അപ്പോൾ നമ്മൾ പോയി അദ്ദേഹത്തോട് ഫിലിം ട്യൂഷൻ പിൻവാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു അതില്ല, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പൈസ കൊടുത്തു. അവിടെ ചെല്ലുന്നു, ഇദ്ദേഹം ഭയങ്കര സംഭാഷണ വിരുദ്ധനാണ്. അപ്പോൾ മറ്റു മാധ്യമങ്ങൾക്ക് മൊത്തം ഇയാളുടെ സംഭാഷണം മതി. ഇയാൾ അനങ്ങാതിരിക്കുമ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇയാൾ ആദ്യമായിട്ട് അസ്വസ്ഥനാകുന്നത്. ഇയാളുടെ ഈ നിശബ്ദതകളെ റെക്കോർഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇയാൾ ചോദിക്കും, നീ എന്താ സിനിമ ഉണ്ടാക്കണോ, നീ എന്താ ഫുൾ ഫീച്ചർ ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിച്ച് അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ നന്നായിട്ട് ഹിന്ദി പറയും. ജനറേഷൻസ് ആയിട്ട് അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള 6ാം ജനറേഷനാണ് ഇയാൾ ആരാച്ചാർ. അപ്പോൾ ഇയാൾ ഏക് സീൻ കെ ലിയെ 1000 രൂപ, ഓരോ സീനും 1000 രൂപ എന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സിനിമയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ആളിൽ വിചാരിക്കുന്ന ഇയാൾ ആരാച്ചാരായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടും കിട്ടുകയാണ്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ ഫിക്ഷൻ ആണോ റിയൽ ആണോ എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ അല്ലേ. അതെ, അത് പക്ഷേ അപ്പോൾ നമുക്ക് മറ്റെല്ലാം നമുക്ക് ഈ സാധനം എഴുതുമ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ എഴുതി തീരുമാനിക്കാം. ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിൽം മേക്കിംഗ് അപ്രോച്ചിൻ്റെ പ്രശ്നം, നിങ്ങൾ ആ നിമിഷം ആണ് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ക്യാമറമാനും നിങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആളും തമ്മിൽ ആണ് ഈ സാധനം വേണ്ടത്. അപ്പോൾ യു ഹാവ് ടു റൺ ആൻഡ് സ്ക്രിപ്റ്റ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുറേ കവറേജ് കൊണ്ടുവരാമെന്നല്ലാതെ ഇതിനൊരു രൂപഘടന ഉണ്ടാവില്ല, ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്ത് നമ്മൾ ഒന്നും മനസ്സിൽ പ്രീ എഡിറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കട്ട് കാണുന്ന മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആണ് ആ ആരാച്ചാരുടെ സിനിമ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ താങ്കളുടെ ഏറ്റവും പ്രശസ്തമായ വർക്കുകളിൽ ഒന്നാണ് മഹാശ്വേത ദേവിയുമായിട്ടുള്ള അവരുടെ ലൈഫ് ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വർക്കിലേക്ക് വരുന്നത് എങ്ങനെയാണ്? വാക്കിംഗ് ഓവർ വാട്ടർ എന്ന് പറയുന്ന എൻ്റെ ഒരു
ആത്മകഥാപരമായ സിനിമയാണ്. അത് ഫിക്ഷനാണ്, നോൺ ഫിക്ഷനാണ്. അപ്പോൾ അതിൽ മഹേശ്വര ദേവിയായിട്ട് തന്നെയാണ് വരുന്നത്. ഈ ആരാച്ചാർ വൺ ഡേ ഫ്രം എ ഹാങ്മാൻസ് ലൈഫ് അവിടെ ബാൻ ചെയ്യുമ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു, നമ്മൾ കൊമേഴ്സ്യൽ സിനിമ പോലെ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ബുദ്ധദേവ് ഭട്ടാചാര്യജിയുടെ ഗവൺമെൻറ് അത് ബാൻ ചെയ്യുന്നു. ഈ ആരാച്ചാരുടെ വൺ ഡേ ഫ്രം എ ഹാങ്മാൻസ് ലൈഫും ആ സിനിമയുടെ നിരോധനവും ഞാൻ ദീദിയെ കാണുന്നതൊക്കെ ആയിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിനുശേഷം ഒരു 11 കൊല്ലം ഞാൻ അവരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ തന്നെ ക്യാമറ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഒരു ക്യാമറമാൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രീ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ഷോട്ടുകൾക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ അത് സാധ്യമാകുന്ന തരത്തിലെല്ലാം ഞാനൊരു പ്രൊഫഷണൽ ക്യാമറമാൻ ഉപയോഗിക്കും. പക്ഷേ ഈ ദീദിയോടൊപ്പം യാത്ര ചെയ്യുമ്പോഴത്തേക്കും എനിക്കും ദീദിക്കും ഇടയിൽ വേറൊരാളുണ്ടായിരുന്നെങ്കിൽ ദീദി അങ്ങനെ ആകുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറ ചെയ്ത ഓൾമോസ്റ്റ് ഒരു 140 hours ഫുട്ടേജ് ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ഒരു ആർക്കൈവ്സ് ഉണ്ടാക്കാവുന്നൊക്കെയാണ്. അത് മൊത്തം ഒന്ന് ഡിജിറ്റൈസ് ചെയ്യണം. അത് പിന്നെ ഫിലിമായി വന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഇല്ല, അത് ചെറിയ 1-2 പടങ്ങൾ അതിൽ നിന്നും എടുത്ത ചെറിയ സാധനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് ഇവരുടെ യാത്രകൾ മൊത്തം ഞാൻ അവരുടെ കൂടെ നടന്ന് 140 മണിക്കൂറുണ്ട്. അത് ഒരു വലിയൊരു ശേഖരമാണ് അല്ലേ? അതെ. പക്ഷെ അത് അതിനുള്ള ഒരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിജിറ്റൈസ് ചെയ്ത് ഇപ്പോൾ അടുത്ത കൊല്ലം അത് അനാവശ്യമായിട്ടുള്ള ചില ക്യാമറ ജെർക്കുകളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതേപോലെ തന്നെ ഓരോ ദിവസം യാത്ര ചെയ്യണമല്ലോ അവരോടൊപ്പം. അതങ്ങനെ ഉള്ള യാത്രകളുടെ മാത്രം ആർക്കൈവ് ചെയ്യാവുന്നതാണ്. പിന്നെ താങ്കളുടെ പ്രധാന ഏരിയ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരുപാട് മേഖലകളെ താങ്കൾ എക്സ്പ്ലോർ ചെയ്യുകയും അതിനെ ഷൂട്ട് ചെയ്യുകയും ഡോക്യുമെന്ററികളാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു അവസരം എങ്ങനെയാണ് താങ്കൾക്ക് കിട്ടിയത്? അത് നമുക്ക് ഈ ഫിലിം ഡിവിഷന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ഭാരത സർക്കാരിന്റെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ നിരോധിതമായിട്ടുള്ള ഉത്തരപൂർവ്വത്തിലുള്ള മേഖലകളിലെല്ലാം എനിക്ക് ഈ ഫിലിം ഡിവിഷന്റെ ഐഡന്റിറ്റി കാർഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ അവിടെയുള്ള മനുഷ്യരുമായിട്ടുള്ള എൻ്റെ സമ്പർക്കത്തിലൂടെ ആണ് എനിക്ക് ഒരുപാട് കഥകൾ കിട്ടിയത്. ആ കഥകൾ ഫിലിം ഡിവിഷന് തന്നെ ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ജലസ്ഥലഭ്രമം എന്ന രീതിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് കൊണ്ടുകൂടിയായിരിക്കണം, സിനിമ ഭാഷ കൊണ്ടുകൂടിയായിരിക്കണം. അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ നമ്മൾ കണ്ട് ശീലിച്ചു പോന്നിട്ടുള്ള ഓർക്കിഡുകളെക്കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും നാട്യത്തെക്കുറിച്ചും നടനത്തെക്കുറിച്ചൊക്കെയുള്ള സുകുമാര കലകൾ അല്ലെങ്കിൽ നാച്ചർ, അതിനപ്പുറം വളരെ പൊളിറ്റിക്കലി ഡയറക്റ്റ് പൊളിറ്റിക്സ് അല്ല. ഫോർ എക്സാമ്പിൾ അവിടെ ഇംഫാലിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും ഉണ്ട് ഈ അവരുടെ സൈക്കിൾ റിക്ഷക്കാർ അവരുടെ മുഖം മറച്ചിട്ടാണ് ഓടിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ മുഖം മറയ്ക്കുന്നത് അന്വേഷിച്ച് പോകുമ്പോൾ ഒരു കഥയാണ്. അതിൻ്റെ പുറകിൽ കുക്കികളും നാഗന്മാരും തമ്മിലുള്ള ട്രൈബൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായി ഇംഫാലിലേക്ക് കുടിയേറിയ കുക്കികൾ അവരുടെ ഐഡൻറ്റിറ്റി മറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ മുഖം മറച്ചിട്ട് സൈക്കിൾ റിക്ഷ ഓടിക്കുക എന്നുള്ളത്. അത് പിന്നെ ഒരു കൾച്ചറായി മാറി. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും ഇവർ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ തന്നെ ഈ സൈക്കിൾ റിക്ഷയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു മുഖം മൂടിയല്ല, അതൊരു മുഖമാണ് എന്ന് മനസ്സിലായതിനു ശേഷം 2001 ചെയ്തൊരു സിനിമയാണ് ഈ വെയറിങ് ദ ഫേസ് എന്ന് പറയുന്നത്. ഒരു അസൈൻമെൻറ്റുമായി ചെല്ലുമ്പോൾ അത് മാത്രമല്ല, നമ്മൾ കാണുന്ന ഒരു ഉത്തരപൂർവ്വം എന്ന് പറയുന്നത് നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്ന ഉത്തരപൂർവ്വത്തിന് അപ്പുറം ഉള്ള കഥകളാണ്. ഇപ്പോൾ കുറേയും കൂടി ഡിജിറ്റലി നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയയും ഒക്കെ ലൈവായതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ അറിയാൻ കഴിയുന്നുണ്ട്. അന്ന് ഞാൻ പോകുമ്പോഴത്തേക്കും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫിലിംസ് ഡിവിഷൻ്റെ ഐഡൻറ്റിറ്റി കാർഡും ഞാൻ ആളുകളുമായിട്ടുണ്ടാക്കിയ സമ്പർക്കവും കൊണ്ടുകൂടിയാണ് നമുക്ക് കാണാ കഥകൾ കിട്ടുകയും അത് പറയാൻ കഴിയുകയും ചെയ്തതെന്നാണ് അതിൻ്റെ ഒരു. ആ ഒരു പ്രദേശത്ത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എത്ര വർക്കുകൾ താങ്കൾ ചെയ്തിട്ടുണ്ട്? ഡയറക്റ്റായി ഒരു 22 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഈ നോർത്ത് ഈസ്റ്റിൽ ഒരുപാട് ഫിലിം മേക്കേഴ്സിനെ ഉണ്ടാക്കുന്ന വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് ജോലിയുടെ ഭാഗമായിട്ട്? ജോലിയുടെ ഭാഗമായിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പ് 10 ദിവസത്തെ വർക്ക്ഷോപ്പിൽ അവിടെയുള്ള പൊതുരംഗത്ത് നിന്നും സിനിമയിൽ താല്പര്യമുള്ള ആളുകളെ എടുത്ത് ഒരു 40 പേരെ എടുത്ത് നമ്മൾ ക്യാമറ, സൗണ്ട്, എഡിറ്റിംഗ്, ഡയറക്ഷൻ ഇതിലെല്ലാം അവർക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അവരുടെ ഒരു കഥ 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാവുന്നതും 3 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യാവുന്നതും 3 ദിവസം കൊണ്ട് എഡിറ്റ് ചെയ്യാവുന്നതും. കാരണം ഫണ്ടുണ്ടായിരുന്നു, നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഫണ്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ചാർജ് എനിക്ക് കിട്ടിയതിന് ശേഷം ഫിലിം ഡിവിഷനിൽ ഞാനൊരു പ്രപ്പോസൽ കൊടുത്തത് മിനിസ്ട്രി അംഗീകരിക്കുകയും അങ്ങനെ അത് ഫിലിം ഡിവിഷൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. അല്ലെങ്കിൽ ഫിലിം ഡിവിഷൻ്റെ ആക്ടിവിറ്റി ആയിരുന്നില്ല ഈ ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ മിസോറാമിൽ അവിടെ ഒരൊറ്റ സിനിമ തിയേറ്ററില്ല. പക്ഷേ കഴിഞ്ഞ 3 കൊല്ലത്തിൽ അവർ 40 സിനിമ ഉണ്ടാക്കി റിലീസ് ചെയ്യുകയും OTT പ്ലാറ്റ്ഫോമിലൂടെ പൈസ തിരിച്ചു മേടിക്കുകയും
ഫീച്ചർ ഫിലിം ഫീച്ചർ ഫിലിം. അപ്പോൾ അതിനകത്തുള്ള ഈ പല ഫിൽം മേക്കേഴ്സും ഞങ്ങൾ 2004 അവിടെ ഈ മിസോറാമിൽ വർക്ക്ഷോപ്പ് നടത്തിയപ്പോൾ ചെയ്ത ഫിൽം മേക്കേഴ്സാണ്. അപ്പോൾ അവരെന്നെ തിരിച്ചു വിളിച്ചു ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം. അപ്പോഴത് ഞാൻ ഫിലിം ഡിവിഷൻ റിട്ടയർ ചെയ്തു. അപ്പോൾ അത് പ്രത്യേകിച്ച് മിസോറാമിൽ ഒറ്റ തിയേറ്റർ ഇല്ലാത്ത ഒരിടത്ത്, ഒരു സിനിമ ഉണ്ടായിരുന്ന ഒരിടത്ത് ഇല്ല, എപ്പോഴും തിയേറ്റർ ഇല്ല. അപ്പോൾ അവർ ഈ OTT പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ സെൽഫ് റിലയൻ്റ് ആണ് അവരുടെ ഇൻഡസ്ട്രി. നേരത്തെ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ മൊത്തം ഹോളിവുഡ് ഫിലിംസും ബോളിവുഡ് ഫിലിംസും എല്ലാം കോപ്പി റൈറ്റ് മേടിക്കാതെ മിസോ ഭാഷയിൽ ഡബ് ചെയ്തിട്ടാണ് അവരുടെ കേബിൾ ടെലിവിഷനുകൾ, അതായിരുന്നു അവരുടെ എൻ്റർടൈൻമെൻറ്റ് കൺസംഷൻ, അതായിരുന്നു ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത്. അത് മാറി അവർ സിനിമ സ്വന്തമായി ചെയ്യാം. നമ്മുടെ ഈ ഡിജിറ്റൽ റിവല്യൂഷൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങൾക്ക് അവർക്കൊരു ആശയം കൊടുക്കാൻ ഞങ്ങൾ ചെയ്ത ഈ ഫിൽം മേക്കിംഗ് വർക്ക്ഷോപ്പ് സഹായിച്ചിട്ടുണ്ട്. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫുമായുള്ള അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ആർട്ട് കഫേയിൽ കേൾക്കാം. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.